ഏതിലും അഴിമതി മാത്രം, തനിക്ക് എന്ത് കിട്ടും എന്നുള്ള മൂല്യത്തിൽ മാത്രം പിണറായി വിജയൻ മുന്നോട്ട് പോകുമ്പോൾ താഴെ തട്ടിലുള്ളവരെ എല്ലാം അതിന് കുടപിടിക്കാൻ നിർത്തുകയാണ്. ഈ പോലീസിന്റെ കീഴിലുള്ള ADGP മുതൽ CI മുതൽ SI മുതൽ താഴെ തട്ടിലുള്ള കോൺസ്റ്റബിൾ വരെ അഴിമതികൾക്ക് നേതൃത്വം നൽകുന്ന ഒരു 80% എല്ലാ പോലീസുകാരെയും കുറ്റം പറയാൻ യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ 80% വരുന്ന ഉദ്യോഗസ്ഥരെ 8 വർഷം കൊണ്ട് തന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ പോലീസുകാരെയും ആ രീതിയിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തം സ്ഥാപനത്തിൽ മരം മുറിച്ചു വിറ്റ് വീട് പണിയേണ്ട ഗതികേടിലേക്ക് കേരള പോലീസ് മാറിയെങ്കിൽ ആ പോലീസിന് കൃത്യമായ നിർദ്ദേശം നൽകുന്നതും അവർക്ക് പിന്തുണ നൽകുന്നതും ഈ ഭരണകക്ഷിയിൽപ്പെടുന്ന MLA-മാരും മന്ത്രിമാരുമാണെന്ന് പറയാൻ ആഗ്രഹിക്കുക. കാരണം ഇവിടെ ചോദ്യം ചെയ്യുന്ന ഏതൊരു യുവജന സംഘടനയും യൂത്ത് കോൺഗ്രസ് പോലെ KSU പോലെയുള്ള ഏതൊരു യുവജന സംഘടനകൾ സമരം ചെയ്താലും അത്തരം സമരങ്ങളെയെല്ലാം ലാത്തി കൊണ്ടും വടികൊണ്ടും ഗ്രനേഡും എറിഞ്ഞ് നേരിടാം എന്നുള്ള ഒരു ചങ്കുറ്റം കേരള പോലീസിന് നൽകിയത് ഈ പിണറായി വിജയനാണ്. പിണറായി വിജയനെ പറ്റി ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പറയുന്നവനെ കൃത്യമായി ലക്ഷ്യം വെച്ച് സംസ്ഥാന ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ മാർച്ചുകളിൽ കൃത്യമായി തലതല്ലിപ്പൊളിക്കാം, അവന്റെ ചോര ചിന്തണം എന്ന ടാർഗറ്റോടുകൂടിയാണ് ഇന്ന് കേരള പോലീസ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സമരങ്ങളൊന്നും കണ്ട് പിന്നോട്ട് പോകുന്നവരല്ല യൂത്ത് കോൺഗ്രസ്സുകാർ. ഒട്ടനവധി സമരങ്ങൾ കണ്ടും ഒട്ടനവധി ജയിലറുകൾ കണ്ടും കോടതി മുറികളും കണ്ട് അറസ്റ്റും വാറന്റും ജാമ്യം ഒക്കെ ആയിട്ട് നടക്കുന്നവരാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ. അങ്ങനെ താഴെ തട്ടിലുള്ള പ്രവർത്തകരെ എറിഞ്ഞിട്ട് കൊടുത്തുകൊണ്ട് യാതൊരു തരത്തിലും വീട്ടിൽ പോകാൻ യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ നേതാക്കന്മാരെ തെരുവിൽ നേരിട്ടിട്ടുണ്ടെങ്കിൽ അത്തരം നടപടികളുമായി തന്നെ തെരുവിൽ പോലീസിനെ നേരിടാൻ യൂത്ത് കോൺഗ്രസ് സജ്ജമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ടിനു മോബിൻസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇവിടെ കൂടുവാനുണ്ടായ ഒരു സാഹചര്യം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. സെക്രട്ടേറിയറ്റ് സമരം എന്ന് പറയുമ്പോൾ യൂത്ത് കോൺഗ്രസ് ഈ ഒരാഴ്ച കാലമായി ഈ തെരുവോരങ്ങളിൽ സമരമുഖത്ത് തന്നെയാണ്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും അവരുടെ സുരക്ഷിതത്വവും സംബന്ധിച്ച് ഏറെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ അതിനെ ചോദ്യം ചെയ്യുകയും അത് പിന്നീട് ഒരു മരമുറിയിലേക്ക് മാറുകയും പിന്നീട് CPM-ന്റെ ഭരണപക്ഷത്തുള്ള ഒരു MLA തന്നെ ഈ ഗവൺമെന്റിനെതിരെ പറയുന്ന ഒരു സാഹചര്യവുമാണ് നിലവിലുണ്ടായത്. അതേ തുടർന്ന് യൂത്ത് കോൺഗ്രസ് അവിടുത്തെ പോലീസ് കമ്മീഷണറെ ആ തസ്തികയിൽ നിന്നും മാറ്റണം എന്നുകൊണ്ട് സമരം ചെയ്യുകയുണ്ടായി. ഇന്നലെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും സമരം ഉണ്ടായി. അതിനുശേഷം ഇന്ന് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലുണ്ടായ സമരത്തിലാണ് ഇത്ര സംസ്ഥാന കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ എല്ലാം തല്ലിച്ചതയ്ക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. നമ്മളെല്ലാവരും ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ഏറ്റവും മൃഗീയമായി തന്നെ ഒരു ആക്രമണം അഴിച്ചുവിടുകയാണ് ഉണ്ടായത് എന്ന് നമ്മളെല്ലാവരും ദൃക്സാക്ഷികളാണ്. അപ്പോൾ ഇത്തരത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ ഉപാധ്യക്ഷനെ തലതല്ലി പൊളിക്കുന്ന ഒരവസ്ഥയും മറ്റ് പ്രവർത്തകരുടെ കൈ തല്ലി ഓടിക്കുന്ന അവസ്ഥയും കാല് തല്ലി ഓടിക്കുന്ന അവസ്ഥയും ഒക്കെ ഉണ്ട്. യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്, തെരുവിൽ അനീതിക്കെതിരെ ശബ്ദിക്കുന്നവരുടെ കൈയും കാലും തലയും ഒക്കെ തല്ലിപ്പൊളിക്കി. ഇതിക്ക് മുന്നേയും ഇതുപോലെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്ന സമരങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തല തല്ലിപ്പൊളിക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെ തല തല്ലിപ്പൊളിക്കുകയും കൈ തല്ലി ഓടിക്കുകയും കാല് തല്ലി ഓടിക്കുകയൊക്കെ ചെയ്യുമ്പോ കേരളത്തിലെ ഓരോ മാതാപിതാക്കളുടെയും മക്കളാണ് അവര് എന്ന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഓർമ്മിപ്പിക്കാനായിട്ട് ഈ അവസരം ഞങ്ങൾ വിനിയോഗിക്കുകയാണ്. കാരണം പണ്ട് കാലത്തെ പോലെ ഒരുപാട് മക്കളുള്ള കാരണവന്മാരൊന്നും അല്ല ഇന്ന് ഇവിടെ ഉള്ളത്, 1-2 പേര്. പക്ഷെ നമ്മളുടെ സമൂഹത്തിൽ നടക്കുന്ന അനീതിക്കെതിരെ, അക്രമങ്ങൾക്കെതിരെ ശബ്ദിക്കുവാനായിട്ട് മുന്നോട്ട് വരുമ്പോൾ അത് ഇല്ലായ്മ ചെയ്യാൻ, അതായത് ആ തല്ലിയ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഗുണ്ടാ സംഘങ്ങളുടെ തോളിൽ കൈയിട്ട് നടക്കുകയും ബൈക്കിൽ ചുറ്റിയടിച്ച് നടക്കുകയും ചെയ്യുന്ന ഒരാളാണ് എന്ന് അറിയാനായിട്ട് സാധിച്ചു. ഇത്തരം അക്രമങ്ങൾ നടത്തുന്ന ഗുണ്ടകൾക്കെതിരെ കൊടപിടിച്ചിരിക്കുന്ന ഒരു സർക്കാരായി മാറുന്നതില് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറെ ദുഃഖമുണ്ട്. ഞങ്ങൾ നാണിച്ച് തല താഴ്ത്തുകയാണ്. ഇതുപോലെ ഒരു മുഖ്യമന്ത്രി ആണ് കേരളം ഭരിക്കുന്നത് എന്ന് പറയാനായിട്ട്. CPM-ന്റെ പാർട്ടി സെക്രട്ടറിയാണ് അദ്ദേഹം ഇപ്പോഴും എന്നാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം കേരളക്കര ഏകദേശം 6-7 വർഷക്കാലമായി ഇങ്ങനെ ഒരു സമസ്ത മേഖലകളിലും, ഇപ്പൊ നമുക്കറിയാം ഓണമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മാവേലി സ്റ്റോറിൽ സപ്ലൈകോയില്
സാധനങ്ങൾക്ക് വില കൂട്ടി. അങ്ങനെ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ ഏതെല്ലാം രീതിയിൽ പീഡിപ്പിക്കാമോ, ഏതെല്ലാം രീതിയിൽ ഉപദ്രവിക്കാമോ, അത്തരത്തിലെല്ലാം ഉപദ്രവിക്കുന്ന ഒരു സർക്കാരിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് സമരം ചെയ്തിട്ടുള്ളത്. ആ സമരത്തിലാണ് ഇത്ര ദാരുണമായ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ യൂത്ത് കോൺഗ്രസ് സമരം ചെയ്തത്? യൂത്ത് കോൺഗ്രസ് ഒരു കാര്യമില്ലാതെ ഒരു സർക്കാരിന്റെ ജനവഞ്ചനപരമായ പല കാര്യങ്ങൾക്കുമെതിരെയാണ് ഇന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ സമരം ചെയ്തത്. അതിനെ പിണറായി വിജയന്റെ ഗുണ്ടാ പോലീസ് തന്നെ വിളിക്കേണ്ടി വരും. കാരണം ഒരു CIയുടെ നേതൃത്വത്തിൽ അബിൻ വർക്കിയെ ടാർഗറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിനെ തല തല്ലി പൊളിക്കുകയാണ് ഉണ്ടായത്. ഒരു മാന്യമായ രീതിയിലാണ് നമ്മളെല്ലാവരും TV ചാനലുകളിലൂടെ ഈ റിപ്പോർട്ടുകളൊക്കെ കാണുന്നുണ്ടായിരുന്നു, തത്സമയം കാണുന്നുണ്ടായിരുന്നു. അവിടെ ഒരിക്കൽ പോലും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പ്രകോപനപരമായിട്ടുള്ള യാതൊരു നടപടിയും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. എന്നാൽ നമ്മുടെ ഉപാധ്യക്ഷനെ ടാർഗറ്റ് ചെയ്ത്, എന്തിനാണ് ഉപാധ്യക്ഷനെ ടാർഗറ്റ് ചെയ്തേക്കുന്നത്? അബിൻ വർക്കിയെ ടാർഗറ്റ് ചെയ്തത് പിണറായി വിജയനെതിരെ നിരന്തരമായി സംസാരിക്കുകയും പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ നിരന്തരമായി സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് അബിൻ വർക്കിയെ പിണറായി വിജയന്റെ ഗുണ്ടാപ്പട കൈകാര്യം ചെയ്തത്. എനിക്ക് ഒരു കാര്യമേ കേരളത്തിലെ പോലീസുകാരോട് പറയാനുള്ളൂ. SFIയുടെ കോട്ടയിലല്ലാതെ, പിൻവാതിൽ നിയമത്തിലൂടെ അല്ലാതെ പോലീസ് സേനയിലേക്ക് കയറിയ ആത്മാഭിമാനമുള്ള ഓരോ പോലീസുകാരനും അവർ ഈ പണി, അവരുടെ കാക്കി അഴിച്ചു വെച്ച് വേറെ വല്ല പണിക്കും പോകണമെന്നാണ് ഈ അവസരത്തില് കറുകുറ്റി മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഗുണ്ടകളെ ഓർത്ത് കളിച്ചോ സൂക്ഷിച്ചോ, നിങ്ങളുടെ നാളുകൾ എണ്ണ